ധന്യ മദർ എലീശ്വ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. കേരള സഭയിലെ ആദ്യ സന്യാസിനിയും ഭാരതത്തിൽ ആദ്യമായി സ്ത്രീകൾക്കായുള്ള കർമ്മലീത്ത നിഷ്പാദിക മൂന്നാം സഭയുടെ TOCDയുടെ സ്ഥാപികയുമായ മദർ എലീശ്വയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന് ലയോ പാപ്പ അനുമതി നൽകിയിരിക്കുന്നു. കേരള സഭയുടെ ചരിത്രത്തിൽ സുവർണശോഭ പരത്തിയ മദർ എലീശ്വ 1866 ഫെബ്രുവരി 13 കൂനമാവിൽ സ്ത്രീകൾക്കായുള്ള കർമ്മലീത്ത നിഷ്പാദിക മൂന്നാം സഭ സ്ഥാപിക്കുകയും കേരളത്തിൽ ആദ്യമായി പെൺകുട്ടികൾക്ക് സ്കൂളും ബോർഡിംഗ് ഭവനവും അനാഥമന്ദിരവും ആരംഭിക്കുക വഴി സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. 24 വർഷങ്ങൾക്ക് ശേഷം 1890 സെപ്റ്റംബർ 17 TOCD സന്യാസിനി സഭ റീത്ത് അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട് കോൺഗ്രിഗേഷൻ ഓഫ് തെരേസ്യൻ കാർമലൈറ്റ്സ് CTC, കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ CMC എന്നീ രണ്ട് സന്യാസിനി സഭകൾ രൂപം കൊള്ളുകയും ചെയ്തു. മദർ എലീശ്വ അനന്തതയിലേക്ക് പ്രവേശിച്ചിട്ട് 112 വർഷങ്ങൾ കഴിയുമ്പോൾ ജൂബിലി വർഷം 2025 നവംബർ 8 വൈകിട്ട് 4:30 പരിശുദ്ധ അമ്മയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസിലിക്കയിൽ വെച്ച് മലേഷ്യയിലെ പെനാങ് രൂപതയുടെ മെത്രാനായ കർദിനാൾ ഡോക്ടർ സെബാസ്റ്റ്യൻ ഫ്രാൻസിസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ആഘോഷമായ സമൂഹ ദിവ്യബലി മധ്യേ മദർ എലീശ്വയെ വാഴ്ത്തപ്പെട്ടവളെന്ന് പ്രഖ്യാപനം ചെയ്യും. ഇന്ത്യയുടെ അപ്പസ്തോലിക് നൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോപോൾഡ് ചെറേലി, വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, ആഗോള കർമ്മലീത്ത സഭയുടെ ജനറൽ ഫാദർ മിക്കോൽ മാർക്സ് കാലെ OCD, പോസ്റ്റ്ലേറ്റർ ജനറൽ ഫാദർ മാർക്കോ ചിയേസ OCD തുടങ്ങി ഇന്ത്യക്കകത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള നിരവധി കർദിനാൾമാരും മെത്രാപ്പോലീത്തമാരും മെത്രാന്മാരും വൈദികരും ഈ പുണ്യകർമ്മങ്ങൾക്ക് സഹകാർമ്മികത്വം വഹിക്കും. പുണ്യപൂർണമായ ജീവിതത്തിലൂടെ ഭാരത സമർപ്പിതർക്ക് മാത്രമല്ല ആഗോള ക്രൈസ്തവ സഭയ്ക്ക് മുഴുവൻ വിശുദ്ധ ജീവിത മാതൃകയായ TOCD CTC സന്യാസിനി സഭ സ്ഥാപിക മദർ എലീശ്വ വാഴ്ത്തപ്പെട്ട പദവിക്ക് അർഹയാകുന്നതിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും മദർ ജനറൽ സിസ്റ്റർ ഷാഹില CTCയുടെ മുഖ്യ നേതൃത്വത്തിൽ നടന്നുവരുന്നു.